വളരെ സന്തോഷത്തോടുകൂടി അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ അങ്ങനെ നിൽക്കുന്നത്. മണിച്ചേട്ടനെ സത്യം പറഞ്ഞാൽ ഒരേ ഒരു തവണ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളൂ. ഒരു എന്നുള്ളൊരൊറ്റ ഡയലോഗ് മാത്രമേ ഞാൻ അദ്ദേഹത്തിൻ്റെ വായിൽ നേരിട്ട് കേട്ടിട്ടുള്ളൂ. അതായത് സിനിമ എന്ന് പറയുന്ന മനോരമയുടെ ഒരു പരിപാടി ഇറങ്ങുന്ന സമയത്ത് അന്നാണ് ഞാൻ ആകെ അദ്ദേഹത്തെ കാണുന്നത്. ഒരു തവണ കണ്ടിട്ടുള്ളെങ്കിൽ കുഞ്ഞുനാൾ മുതൽ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെ കൊണ്ട് നടന്ന ആളാണ് മണിച്ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ബാധിക്കുള്ളതുകൊണ്ട് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. കാരണം മലയാളത്തിലെ നാടൻ പാട്ടുകളെ വെച്ച് ഇത്രയും ഒരുമിച്ച് നാടൻ പാട്ടുകളുള്ള ഒരു സിനിമ ഞാനും വിഷ്ണുവും സംവിധാനം ചെയ്ത സിനിമ ബാധിക്കയാണ് നിർമ്മിച്ചത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുമിച്ച് ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്രയും നാടൻ പാട്ടുണ്ടായിരുന്നെങ്കിൽ അന്ന് മണിച്ചേട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ആ 6 പാട്ടും മണിച്ചേട്ടൻ തന്നെ പാടുള്ളായിരുന്നു, അല്ലേ? അതിലൊരു സംശയമില്ല. ഞങ്ങൾക്ക് ശരിക്കും അന്ന് മിസ്സായതാണ് സത്യത്തിൽ. ഇനി നടനെന്ന രീതിയിൽ അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ആമേൻ എന്ന് പറയുന്ന സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിലകൻ സാറാണ് ആ വലിയൊരു ക്ലാരിനെറ്റ് വായിക്കുന്ന ആളുടെ ക്യാരക്ടർ ചെയ്തിരുന്നത്. അദ്ദേഹം ഇല്ലാതിരുന്നപ്പോൾ ലിജോ ചേട്ടൻ ഒരു സംശയവും കൂടാതെ, ഒരു സങ്കോചവും കൂടാതെ, ഒരു ഡൗട്ടും കൂടാതെ എടുത്ത ആളാണ്. തിലകൻ ചേട്ടന് പകരം എടുത്ത ആളാണ് മണിച്ചേട്ടൻ. അത്രയും റേഞ്ചുള്ള ആക്ടർ നമുക്ക് വേറെ ഇല്ല എന്ന് തന്നെ പറയാം. ഇനി മനുഷ്യനെന്ന രീതിയിൽ വരുമ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് കോളേജുകളിലായാലും ഇപ്പോഴത്തെ പിള്ളേരുടെ പരിപാടിക്കൊക്കെ കോളേജുകളിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ പറയുന്നത് ജെൻസി പിള്ളേരാണ്, അവർ പുതിയ തലമുറയുടെ പാട്ടുകളാണ് കൂടുതൽ കേൾക്കുന്നത്, ഡബ്സിൻ്റെ വേടനുണ്ട്, അങ്ങനെ എല്ലാം ഇവർ പറഞ്ഞാലും നമ്മൾ സ്റ്റേജിൽ നിന്ന് കുറച്ചങ്ങോട്ട് 2 പാട്ട് പാടിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു കുട്ടി വന്നിട്ട് പറയും മണിച്ചേട്ടൻ്റെ പാട്ട് പാടാൻ പറയും. മണിച്ചേട്ടൻ്റെ പാട്ട് പാടിയാൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് എല്ലാവർക്കും ലിറിക്സ് അറിയാവുന്നതാണ്. ഓരോ വരിയും ഇവരുടെയൊക്കെ ഉള്ളിലുണ്ട്. അത് ജെൻസി ആയിക്കോട്ടെ, ആൽഫ ആയിക്കോട്ടെ, ബീറ്റ ആയിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ഏത് തലമുറയായാലും ആ വരികൾ എന്നും നിലനിൽക്കും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മണിച്ചേട്ടൻ. ഇനി അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ കൂടെ ഒരു കാര്യം പറഞ്ഞേക്കാം. സ്റ്റേജിൽ നിന്നിറങ്ങി കാണികളുടെ ഇടയിലേക്ക് കയറി ചെല്ലുന്ന ഇത് ഞങ്ങൾ മിമിക്രിക്കാർക്ക് പൊതുവേ ഉണ്ട്, പാട്ടുകാർക്കും ഉണ്ട്, എല്ലാവർക്കും ഉണ്ട്. പക്ഷെ അങ്ങനെ ഇറങ്ങി ചെന്ന് കാണികളുടെ കൂടെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ മിമിക്രി ചെയ്യുമ്പോൾ കാണികൾ ഞങ്ങളോട് പറയുന്നൊരു കാര്യമുണ്ട്, ഇങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴുണ്ടോ മണിച്ചേട്ടനാവണേന്ന് പറയും. ആളുകളുടെ ഇറങ്ങിയാൽ മണിച്ചേട്ടനാണെന്ന് പറയും. ഇതാണ് അദ്ദേഹത്തിന്റെ മനുഷ്യൻ എന്ന് പറയുന്ന നിലയിലുള്ള കാര്യങ്ങൾ. എന്നെ ഇവിടെ വിളിച്ചത് സുല്ലേട്ടനാണ്. സുല്ലേട്ടൻ ഒരുപാട് തവണ ഇതിനു മുമ്പ് പല തവണ വിളിച്ചിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല. ഈ പ്രാവശ്യം എൻ്റെ കൂട്ടുകാരുടെ വിഷ്ണു ഞങ്ങൾ ഒരുമിച്ച് ഒരു പരിപാടിയിൽ നിൽക്കുമായിരുന്നു, വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ വിഷ്ണു എന്നോട് പറഞ്ഞു, ഇടാ സുല്ലേട്ടൻ വിളിക്കുകയാണ്, നീ പോകണം, എൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ എനിക്കും സന്തോഷമായി. എന്നെ സ്നേഹിക്കുന്ന, എന്നെ അറിയാവുന്ന ഒരുപാട് പേര് എൻ്റെ കൺമുമ്പിലുണ്ട്. കുട്ടപ്പൻ സാർ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതാണ്. കാരണം ഞാൻ കോളേജിൽ കണ്ണൂർ BEd പഠിക്കുന്ന സമയത്ത് അവിടെ വന്ന് അദ്ദേഹം പാട്ടൊക്കെ പാടിയത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തായാലും വളരെ സന്തോഷം. താങ്ക് യു.